ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കളർ ബീഡ്സ് ഉപയോഗിച്ച് ഹെയർ ബ്രൂച്ച് ഉണ്ടാക്കിയാലോ? ഹലോ, നമുക്ക് എളുപ്പത്തിൽ ഈ കളർ ബീഡ്സുകൾ ഉപയോഗിച്ച് എങ്ങനെ ഹാങ് ബ്രൂച്ച് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയേക്കാം. ഹാങ് ബ്രൂച്ച് നമുക്ക് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കും. ഒരുപാട് മുത്തുകളൊന്നുമില്ല. ഈ വലിയ മുത്തുകൾ വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ആദ്യം ഇതിവിടെ തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഇത് രണ്ട് കമ്പികൾ ഉണ്ടാക്കിയിട്ട് ഈ മുത്താണ് കോർക്കുന്നത്. ഇനി നമുക്ക് സൈഡിലേക്കായിട്ട് ഒരു കണ്ടുള്ളിലൂടെ ഈ രണ്ട് ബീഡ്സ് കോർത്ത് ശേഷം ഇതുപോലെ പിരിച്ചൊട്ടാൽ മതി. കളർ സെറ്റ് ആയിട്ട് നമുക്ക് അടുത്തതിൽ എന്ത് ചെയ്യാം, ഇതേ കളർ റെഡ് തന്നെ നമുക്ക് കോർത്തെടുക്കാം. നമ്മൾ കറക്റ്റ് അളവ് വെച്ചിട്ട് വേണം കേട്ടോ പിരിച്ച് തുടങ്ങുമ്പോൾ. അതൊന്നും ശ്രദ്ധിക്കില്ല, സുഖമായി ഇതുപോലെ പിരിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ഈ രണ്ട് കമ്പുകളും വീണ്ടും ചേർത്ത് വെച്ചിട്ട് പിരിച്ചു കൊടുക്കാം. ഇതൊക്കെ ഞാൻ സെറ്റാക്കട്ടോ. അതിലൊന്ന് ലെവലാക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കമ്പി എടുത്തിട്ട് ഈ കളർ കോർത്തെടുക്കാം. അത് ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടി ചേർത്ത് പിരിച്ചു കൊടുക്കാം. നമുക്കൊരു കമ്പിയിൽ നെക്സ്റ്റ് ഇവിടെ റെഡ് വന്ന് ഇതിനോട് മാച്ചാണ് ഇതിൽ കളർ എടുക്കുക. ഞാനിവിടെ യെല്ലോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ യെല്ലോ വെച്ചിട്ട് പിരിച്ചു കൊടുത്തു. ഇനി അതുപോലെ നെക്സ്റ്റ് കമ്പിൽ അതേ കളർ ബീഡ്സ് തന്നെ വീണ്ടും കോർത്തെടുക്കണം. ഇത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഈ രണ്ട് ബീഡ്സ് ഒന്നും കൂടി ചേർത്ത് പിരിക്കുക. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഏതൊരു ലെയറിൽ വീണ്ടും ഈ സെൻറ്ററിൽ ഞാൻ ഒരേ കളർ തന്നെയാണ്. അവിടെ ഞാൻ കളർ ചേഞ്ച് വരുത്തുന്നില്ല കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ബീഡ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെൻറ്ററിൽ വെക്കാൻ ഞാൻ കളർ ചേഞ്ച് വരുത്തിയിട്ടില്ല. അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിങ്ങനെ ഒരു ഐഡിയാസ് വരും. നമുക്ക് ഓരോന്ന് കാണുമ്പോൾ ഇത് നമ്മൾ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വിരൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പിരിച്ചു കൊടുക്കാം കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ. ഇങ്ങനെ വിരൽ വെച്ചിട്ട് പിരിക്കുമ്പോൾ
നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളൊരു സൈഡിലത്തെ കമ്പി എന്തായി തീർന്നിരിക്കുകയാണ്. നമുക്കിനി അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ലോക്കിട്ട ശേഷം ചുറ്റിക്കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ബീഡ്സ് ഇനി ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ബീഡ്സ് കോർത്ത ശേഷം ചുറ്റിക്കൊടുക്കും. നമ്മളിത് അടുത്തത് കഴിയാൻ തുടങ്ങിയിരിക്കണം. നമ്മൾ ചെയ്തപ്പോൾ തന്നെ ഇതേപോലെ കമ്പിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് അടുത്ത ശേഷം നമുക്ക് പിരിച്ചു കൊടുക്കാം. നമ്മൾ പിരിച്ചതിന് എന്ത് ചെയ്യാം, നമ്മൾ സെൻട്രൽ കോർക്കാൻ പോകുന്ന ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കോർത്തെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. നമുക്ക് ഈ കമ്പി തീരുന്നവരെ പിരിച്ചു കൊടുക്കാം. ക്ലോസ് ചെയ്യാൻ പോകുന്നു. എന്നാൽ കമ്പി തീരുന്നവരെ നമുക്ക് പിരിച്ചുകൊണ്ടിരിക്കാമെന്ന് പറയാൻ കാരണം ഇത് പിരിച്ച് നമുക്കിതുവരെ ഇതാണ് കറക്റ്റായി കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഭാഗം കട്ട് ചെയ്ത ശേഷം പിരിച്ച് സെറ്റാക്കാം. നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡിലുണ്ടാക്കിയ പോലെ ഇവിടെയും കറക്റ്റാക്കിയ ശേഷം നമുക്ക് പിരിക്കാം. അതൊക്കെ നമ്മൾ ഫ്ലയർ ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. സെറ്റാക്കി ഞാൻ കാണിച്ചു തരാം. Thank you. Bye bye. See you tomorrow.